അയ്യോ! എന്താടോ? സൂത്ര, മുകളിൽ നിന്ന് പാറക്കല്ല് വീഴാൻ നല്ല സാധ്യതയുണ്ട്. ഓടുന്നതാ ബുദ്ധി. ഹേ, അയ്യോ! ഹൗ, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. താൻ എന്തിനാ ഇത്ര നീട്ടി വലിച്ചു പറഞ്ഞത്? മുകളിൽ നിന്ന് പാറക്കല്ല് എന്നൊക്കെ. ഇത്തവണ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കല്ല് വീണത് 1 സെക്കൻഡ് മുമ്പായിരുന്നെങ്കിലോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചുരുക്കി പറയണം, കൂടുഭാഷ പോലെ. എന്നാലേ രക്ഷപ്പെടാൻ സമയം കിട്ടൂ. ഉദാഹരണത്തിന്, പാറക്കല്ല് വീഴാൻ പോകുന്നേ ഓടാൻ തുടങ്ങിക്കോ എന്നതിന് പകരം പാവി പോ ഓതു എന്ന് പറയാം. അതെ, പാവി പോ ഓതു എന്ന് മാത്രം. അത് പെട്ടെന്ന് പറയാലോ. അത് കേട്ടാൽ ഓടി മാറാൻ ധാരാളം സമയം കിട്ടും. പാവി തീ പോ അല്ലടോ, പാവി പോ ഓതു. ഒന്ന് പറഞ്ഞു നോക്ക്. പാവോ പീത. ഛേ, ഞാൻ എഴുതി തരാം, താൻ ഉരുവിട്ട് പഠിക്ക് 100 തവണ. ഇനി താൻ മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരുമ്പോൾ സംശയം തോന്നരുത്. പാവി പോ ഓതു, പാവി പോ ഓതു, പാവി പോ ഓതു, പാവി പോ, പാവി പോ ഓതു, പാവി പോ ഓതു 40 തവണയെ സൂത്ര. പാവി പോ ഓതു, പാവി പോ ഓതു, പാവി പോ ഓതു, പാവി പോ. ശബ്ദം താഴ്ത്തി പഠിക്കടോ. അവസാനം പറഞ്ഞത് മുന്നറിയിപ്പായിരുന്നു. താൻ എന്താ ഓടി മാറാതിരുന്നത്?